A surprise to bride. അവളുടെ കല്യാണമൊക്കെ ആയി. അവളെ കുസൃതികളൊക്കെ പറയണമെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. ഇപ്പം ഞാൻ പറയുന്നില്ല. എൻ്റെ അൽഫിനെ കുറിച്ച് ഇതാണെങ്കിൽ നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷേ കുറച്ച് കുസൃതികളൊക്കെ ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നൊരു കുസൃതി എന്ന് പറയുന്നത്, ഞങ്ങളുടെ അയൽപക്കത്തൊരു പുതിയ താമസക്കാർ വന്നു. ഞങ്ങളെല്ലാം കൂടെ അവരെ ഒന്ന് കാണാനായിട്ട് ഞാനും മാമിയും ഞങ്ങളെല്ലാവരും കൂടെ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരിങ്ങനെ ബിസ്ക്കറ്റും കൊണ്ടുവച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ ബിസ്ക്കറ്റും ചായയും. ഇവള് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഓരോ ബിസ്ക്കറ്റ് എടുത്ത്, അൽഫി മാത്രം 2 കയ്യിലും ആ വീരുന്ന ബിസ്ക്കറ്റുകളെല്ലാം എടുത്ത് അടുക്കി പിടിച്ച് നമ്മൾ പിന്നെ ഉടനെ അങ്ങ് തിരിച്ച് വന്ന് അൽഫിനെ വീട്ടിൽ വന്നു. അൽഫിനായ നല്ല പോലെ അടി ഞാൻ ശരിക്കും അടി കൊടുത്ത് ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. അതിനുശേഷം ആ ഒരു സ്വഭാവം അൽഫിക്ക് അങ്ങ് പോയി. അപ്പം ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് അൽഫിയെ കുറിച്ച് ഇങ്ങനെ കുട്ടിക്കാലത്തെ കാര്യം ഓർമ്മ വരുന്നത്. പിന്നെ എൻ്റെ അൽഫിയുടെ കല്യാണമായി, അൽഹംദുലില്ലാ. അൽഫിയുടെ കല്യാണം അൽഹംദുലില്ലാ പഠിച്ച അവൾക്ക് ബർക്കത്തും ഹയറാക്കി, അവളുടെ ജീവിതം ബർക്കത്തും ഹയറും ആക്കി നൽകട്ടെ. ഹലോ, എനിക്ക് അൽഫിനെ പറ്റി പറയാനുള്ള ഏറ്റവും എന്താ പറയാ നൊസ്റ്റാൾജിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്നേഹമൊക്കെ ഉള്ള ആളാണ് കേട്ടോ. പിന്നെ എന്നാലും ഏറ്റവും കൂടുതൽ ഒരു ഫേവറേറ്റ് നീയല്ല ഞാനാണ്. അതായത് ഇന്ന് പറയും. ഓക്കെ, അപ്പം അൽഫിയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അൽഫിയായിട്ടൊന്ന് വേണ്ടി കൂട്ടായി വന്നതെന്ന് തന്നെ എന്താ ഫാത്തി UK പോയ ടൈമിലാണ്. അത് വേറെ ഒന്നുമില്ല, ഞാനും അൽഫിയാണ് ഏറ്റവും മീൻസ് നമ്മുടെ എന്ത് കാര്യങ്ങളും ഞാൻ കൂടുതൽ എൻ്റെ A to Z കാര്യങ്ങൾ അറിയാവുന്നത് അൽഫിക്കാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ വീട്ടിൽ ആദ്യം അൽഫിയുടെ ചോദിച്ചാൽ അവർക്ക് കാര്യം അറിയാൻ പറ്റും. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് അൽഫിക്കാണ്. നമ്മളെന്തെങ്കിലും കള്ളത്തരം കാണിക്കാനായിരുന്നു നമ്മൾ രണ്ടുപേരും ചേരുന്നത്. സോ അയൽക്കാൻ പറയുമ്പോൾ എനിക്ക് മീൻസ് അൽഫീസ് ആണ് അൽഫിയുടെ ജെഡലാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു ഓക്കെ വിത്ത് സോ സ്പെഷ്യൽ ടു മീ. കാരണം അൽഫി ഞാൻ ശരിക്കും പഠിച്ചോണ്ട് ദുആ ചെയ്തു. നിന്നെ എൻ്റെ സെയിം ബർത്ത്ഡേറ്റിൽ എന്നെ പ്രസവിച്ച്, അതുകൂടാതെ തന്നെ എനിക്ക് നിന്നെ തൊട്ടുതരാൻ പറ്റി. ഇതൊക്കെ എനിക്കൊരു ഗിഫ്റ്റായിട്ടാണ് തോന്നുന്നത്. പിന്നെ വേറൊന്നും പറയാനില്ല. യു ആർ ഓൾവേസ് പ്രഷ്യസ് ആൻഡ് സ്വീറ്റ് ടു മീ. അൽഫിന ഞാൻ വരുന്ന സമയത്ത് 10 വയസ്സുള്ളൊരു ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ നോക്കി നിൽക്കുന്ന ഒരു മോളായിരുന്നു. അപ്പോൾ അൽഫിന, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. കല്യാണത്തിന് വരുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. വിശാലയാലും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരെയും നിന്നെയും എല്ലാം മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷേ സോ ഹാപ്പി ഫോർ യു. നീ വിചാരിച്ച പോലെ ഈ കല്യാണമൊക്കെ നടക്കുന്നത് ഭയങ്കര സന്തോഷം. അപ്പം ഫേവറേറ്റ് അനിയത്തിക്ക് ഹാപ്പി മാരേജ്. കുട്ടിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാനാ, ഫുള്ള്
തമാശ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലോകത്തുള്ള സകലമാന മണ്ടത്തരങ്ങൾ എനിക്കറിയാം. ഇതേക്കുറിച്ച് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു കല്യാണം കഴിക്കണമെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൻ ദിവസങ്ങൾ എണ്ണി 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 അൽഫിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ വെറും ഒരു മണ്ടിയായിട്ടുള്ള ഒരു വലിയ ജീനിയസാണ്. അവൾ മണ്ടിയെ പോലെ അഭിനയിക്കണമെന്നേ ഉള്ളൂ. അവൾക്ക് അവളുടേതായിട്ടുള്ള വിഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇൻഷാല്ലാ അവൾ ആഗ്രഹിച്ച പോലെ അവളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പം എല്ലാവിധ നന്മകളും അവളുടെ ജീവിതം നല്ല സന്തോഷപൂർണ്ണമായിട്ട് നടക്കട്ടെ എന്ന് വിഷ് ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ എല്ലാ ട്രിപ്പിലും ഗെറ്റ് ടുഗെദറിലും എല്ലാം ആ ഒരു മൊമെന്റ് ചിരിപ്പിച്ചും രസിപ്പിച്ചും ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞും ഞങ്ങൾ ഒരുപാട് ചിരിപ്പിക്കുന്ന അൽഫിക്ക് ഒരു അടിപൊളി ഹാപ്പി മാരീഡ് ലൈഫ്. അൽഫി എന്ന സത്യം കേട്ടറിവിനേക്കാൾ വലുതാണ്. അത് അനുഭവിച്ച് തന്നെ സാധ്യത അറിയട്ടെ. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് ഗൈസ്. She is very talented, very lovable, and always with this smiling face.